കേന്ദ്ര ബജറ്റിൽ പാലക്കാട്ടെ നെൽ കർഷകർക്കും ആവശ്യങ്ങൾ ഏറെയുണ്ട്. നെല്ലിന്റെ താങ്ങുവില ഉയർത്തണം, സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ നൽകണം, പാടി ബോർഡ് നടപ്പാക്കണം, അങ്ങനെ നിരവധിയാണ് ആവശ്യങ്ങൾ. പ്രതിസന്ധി കാരണം പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നില്ലെന്നും കർഷകർ പറയുന്നു. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക, സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ നൽകണം, കാർഷിക ഉപകരണങ്ങൾക്കുള്ള സബ്സിഡി പുനഃസ്ഥാപിക്കണം. നെൽകർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. 1 കിലോയ്ക്ക് 35 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് നെൽകർഷകരുടെ പക്ഷം. നിലവിൽ 28.32 രൂപയാണ് താങ്ങുവില. അടുത്തിടെ കേന്ദ്ര സർക്കാർ 1 രൂപ 17 പൈസ വർദ്ധിപ്പിച്ചതാണ് ഈ തുകയിലേക്ക് എത്തിച്ചത്. കേന്ദ്രം തുക വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ അവരുടെ വിഹിതം കുറയ്ക്കുന്നത് വലിയ വെല്ലുവിളിയാണ് കർഷകർക്ക്. സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ലോണാണ് മറ്റൊരു ബാധി. പാടി ബോർഡ് നടപ്പാക്കുന്നതിലൂടെ കർഷകർക്കുള്ള സംഭരണ വില കൃത്യമായി ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കണമെന്നതാണ് മറ്റൊരാവശ്യം. കൂടാതെ വിളകൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസിന് പുറമെ കർഷകർക്കും ഇൻഷുറൻസ് ലഭ്യമാക്കണം. പാലക്കാട് നെൽകൃഷി മേഖല ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അതിലിപ്പോൾ ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് പറയാനുള്ളത് ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവിന് അനുസൃതമായി മാക്സിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഈ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കൊയ്ത ഉടൻ തന്നെ നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. നെല്ലെടുത്ത ഉടൻ തന്നെ അവർക്ക് പൈസ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിനൊരു പ്രത്യേക ഫണ്ട്, ഒരു പ്രത്യേക അക്കൗണ്ടിൽ ഉണ്ടാക്കിയെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കടമായിട്ടാണ് 5-6 മാസം കഴിഞ്ഞിട്ട് നെല്ലിൻ്റെ വില കിട്ടുന്ന ഒരു അവസ്ഥ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ല് സംഭരണ വില നൽകുന്നത് കേരളമാണെന്ന വാദത്തിനും കർഷകർക്ക് മറുപടിയുണ്ട്. ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉൽപാദന ചെലവുള്ളതെന്നും കർഷകർ പറയുന്നു. പ്രതിവർഷം കേന്ദ്രം നൽകുന്ന 6000 രൂപ ആശ്വാസമാണെങ്കിലും സ്ഥിരം പരിഹാരമാണ് കർഷകർക്ക് ആവശ്യം. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിക്കുന്നതും അതുതന്നെ. ന്യൂസ് മലയാളം, പാലക്കാട്.